ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആമിയോൺ എഡ്യൂട്ടിപ്സ്. ഇന്ന് നമ്മൾ SCERTയുടെ 5th സ്റ്റാൻഡേർഡിലെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന ലെസണിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ട് കാണുക, എന്നാലേ നിങ്ങൾക്ക് പാഠഭാഗം കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാകുകയുള്ളൂ. പിന്നെ മറ്റ് ക്ലാസ്സസിൻ്റെ വീഡിയോസ് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഓൺലൈൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്, അതും വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങാം. ദ ഹാബിറ്റാറ്റ്. എ പാഡി ഫീൽഡ് ഈസ് ആൻ എൻവയോൺമെൻറ്റ് that contains all the components necessary for the existence of various organisms. എന്താ പാഡി ഫീൽഡ് എന്ന് പറഞ്ഞാൽ? വയൽ. ഒരു വയലിൽ നമുക്കറിയാം ഒരുപാട് ജീവികൾ വസിക്കുന്നുണ്ട്. ഫ്രോഗ് ഉണ്ട്, ഫിഷസ് ഉണ്ട്, അതുപോലെ തന്നെ പുൽച്ചാടിയുണ്ട്. ഇവയ്ക്കെല്ലാം അവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണവ? അവയ്ക്ക് വാട്ടർ ആവശ്യമാണ്, അതുപോലെ എയർ ആവശ്യമാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവയ്ക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നത്. പാർട്ട് ഫ്രം ഫിഷ്, ഇറ്റ് ഈസ് ഓൾസോ എ ഹാബിറ്റാറ്റ് ടു മെനി അതർ ക്രീച്ചേഴ്സ്. ഫിഷിനു പുറമെ ഒരുപാട് ജീവജാലങ്ങളുടെ ഒരു ആവാസമാണ് പാഡി ഫീൽഡ് എന്ന് പറയുന്നത്. There are any other habitat like this around us? ഇതുപോലെ നമുക്ക് ചുറ്റും മറ്റ് ഹാബിറ്റാറ്റ്സ് ഉണ്ടോ? എന്താണ് ഹാബിറ്റാറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഒരു ജീവി ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് ഹാബിറ്റാറ്റ് ഇല്ലേ? തീർച്ചയായും ഉണ്ട്. പോണ്ട്, റിവർ, ഗാർഡൻ ഇവയൊക്കെ തന്നെ ഹാബിറ്റാറ്റ്സ് ആണ്. നെക്സ്റ്റ് വായിക്കാം. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. നോക്കിക്കേ, ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ? ഒരു ഗാർഡൻ്റെ പിക്ചറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കാം. ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഈസ് ആൻ ഹാബിറ്റാറ്റ് ടു മെനി ക്രീച്ചേഴ്സ്. വിച്ച് ആർ ദേ? എന്താ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ഒരുപാട് വൈവിധ്യമാർന്ന ജീവജാലങ്ങളെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗാർഡനിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ജീവികളെ കാണാൻ കഴിയും. ഈ ഗാർഡനിൽ നമ്മൾ ഏതൊക്കെ ജീവികളെയാണ് കാണുന്നത്? നമ്മൾ ഗ്രാസ് ഹോപ്പർ കാണുന്നുണ്ട്, അതുപോലെ ബട്ടർഫ്ലൈ കാണുന്നുണ്ട്, ഡ്രാഗൺ ഫ്ലൈ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഉത്തരം അവിടെ എഴുതിയാലോ? ഓക്കെ, അപ്പോൾ ഒരു ഗാർഡനിൽ നമ്മൾ ഡ്രാഗൺ ഫ്ലൈ, ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ തുടങ്ങിയ അനേക ജീവികളെ കാണാറുണ്ട്. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രസൻസ് ഓഫ് വേരിയസ് ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ? ഈ ജീവജാലങ്ങൾക്ക് ഒരു ഗാർഡനിൽ വസിക്കണമെങ്കിൽ എന്തൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആവശ്യമാണ്? അവയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടെങ്കിലല്ലേ അവിടെ വസിക്കാൻ കഴിയത്തുള്ളൂ. അവ എന്തൊക്കെയാണ്? അവയ്ക്ക് എയർ ആവശ്യമാണ്, അതുപോലെ വാട്ടർ, സൺലൈറ്റ് ഇവയൊക്കെ ആവശ്യമാണ് അല്ലേ? അപ്പം നമുക്കതിന് ഉത്തരം എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ഗാർഡനിൽ ഒരുപാട് ജീവികൾക്ക് ജീവിക്കണമെങ്കിൽ അവിടെ എയർ, വാട്ടർ, സൺലൈറ്റ് തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമാണ്. ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അതിനെക്കുറിച്ചിട്ട് ഒരു നോട്ട്സ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസന്റ് എ റോൾ പ്ലേ ഇൻ യുവർ ക്ലാസ് ഇൻവോൾവിംഗ് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് ഇൻ എ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ലിവിംഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവയാണ്, നോൺ ലിവിംഗ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവയാണ്. ഇനി ഈ ലിവിംഗ് തിങ്സിനെയും നോൺ ലിവിംഗ് തിങ്സിനെയും ഉൾപ്പെടുത്തി നിങ്ങൾ ക്ലാസ്സിൽ ഒരു റോൾ പ്ലേ നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലിവിംഗ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിംഗ് തിങ്സ്. ഒരു ആവാസ വ്യവസ്ഥ നിലനിൽക്കണമെങ്കിൽ ലിവിംഗ് തിങ്സും നോൺ ലിവിംഗ് തിങ്സും പരസ്പരം ആശ്രയിക്കണം. എങ്കിൽ മാത്രമേ ആ ആവാസ വ്യവസ്ഥ നിലനിന്ന് പോവുകയുള്ളൂ. ഡു യു എഗ്രി ദിസ് സ്റ്റേറ്റ്മെന്റ്? വൈ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ലിവിംഗ് തിങ്സിന് ജീവിക്കണമെങ്കിൽ നോൺ ലിവിംഗ് തിങ്സിന്റെ സഹായം കൂടിയേ തീരൂ. അപ്പം നമുക്കതിന് ഉത്തരം എഴുതാം. They need basic resources like air, water, sunlight, etc. to grow. Without these elements, living things does not exist. എയറോ വാട്ടറോ സൺലൈറ്റോ തുടങ്ങിയ ഘടകങ്ങളില്ലാതെ ലിവിംഗ് തിങ്സിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അവയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നെക്സ്റ്റ് വായിക്കാം. എവറി ലിവിംഗ് തിങ്സ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്റാറ്റ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്റാറ്റ്? ഏതൊരു ജീവിക്കും അവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റാറ്റ് ആയിരിക്കും ഉള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡെസേർട്ട് എടുക്കാം, മരുഭൂമി എടുക്കാം. അവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്
ക്യാമൽ, ഒട്ടകം. ഈ ഒട്ടകത്തെ നമ്മുടെ വില്ലേജിൽ കൊണ്ടുവന്നാൽ അത് സർവൈവ് ചെയ്യുമോ? ഇല്ല, അത് ചത്തുപോകും. അപ്പോൾ ഓരോ ജീവിക്കും അവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹാബിറ്റാറ്റാണ് ഉള്ളത്, ഒരു ആവാസ വ്യവസ്ഥയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഹാബിറ്റാറ്റിന് ഒരു ഡെഫിനിഷൻ പറയാമോ എന്നാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം. ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് ഓർഗാനിസംസ് ലിവ് ആർ കാൾഡ് ഹാബിറ്റാറ്റ്. ഒരു ജീവി ജീവിക്കുന്ന അതിന്റെ ചുറ്റുപാടിനെയാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാബിറ്റാറ്റ്സ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ച് ഇതുപോലുള്ള ഹാബിറ്റാറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, റിവർ, പോണ്ട്, ഗാർഡൻ ഇതൊക്കെ തന്നെ ഹാബിറ്റാറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഒബ്സർവ് ദ ഫിഗർ ഓൺ പോയിന്റ് 6. വിച്ച് ആർ ദ ഹാബിറ്റാറ്റ്സ് ഷോൺ ഹിയർ? ഇവിടെ നമുക്ക് 4 പിക്ചർ കാണാം. ഈ പിക്ചേഴ്സിന്റെ നെയിം താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 പിക്ചറിന്റെ നെയിം തന്നിട്ടുണ്ട്, ബാക്കിയുള്ളവ നമുക്ക് എഴുതാം. ഗ്രാസ് ലാൻഡ്, ഡെസേർട്ട്, മാൻഗ്രൂവ്സ്, പോളാർ റീജിയൻ. ഫസ്റ്റ് പിക്ചർ ഗ്രാസ് ലാൻഡ് ആണ്, സെക്കൻഡ് പിക്ചർ ഡെസേർട്ട് ആണ്, തേർഡ് പിക്ചർ മാൻഗ്രൂവ്സ് ആണ്. കണ്ടൽ കാടുകളെയാണ് മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഫോർത്ത് പിക്ചർ പോളാർ റീജിയൻ ആണ്. നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഫുഡ് കാർഡ്. ദ ഫുഡ് കാർഡ് ഓഫ് 2 creatures ആർ ഷോൺ ഇൻ ദ പിക്ചർ. ഇവിടെ നമുക്ക് 2 ജീവികളുടെ ഫുഡ് കാർഡ് കാണാം. ഒന്ന് ക്രോയും മറ്റൊന്ന് ഗോട്ടുമാണ്, കാക്കയും ആടും. എന്താ ഫുഡ് കാർഡിൽ തന്നിരിക്കുന്നത്? അവരുടെ പേരും തന്നിട്ടുണ്ട്, അവ കഴിക്കുന്ന ഭക്ഷണവും തന്നിട്ടുണ്ട്. ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 other creatures. ഇതുപോലെ നമ്മൾ 2 ഫുഡ് കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കിയ 2 ഫുഡ് കാർഡാണ്. ഒന്ന് റാബിറ്റും മറ്റൊന്ന് ടൈഗറുമാണ്. റാബിറ്റ് എന്തൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത്? ഗ്രാസ്, ക്യാരറ്റ്, ഫ്രൂട്ട്സ് എന്നിവയൊക്കെയാണ്. ടൈഗർ ആണെങ്കിലോ മീറ്റ് ഓഫ് അതർ ആനിമൽ, അവ എപ്പോഴും മറ്റ് ജീവികളുടെ ഇറച്ചിയാണ് കഴിക്കുന്നത്. ഓക്കെ, വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പർ ഗോ അപ്പ് ഓർ ഡൗൺ? എക്സാമിൻ ദ ഫുഡ് വെബ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഫുഡ് വെബ് കാണാം. എന്താ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ? ഒരു ഭക്ഷ്യ വല, അതാണ് ഫുഡ് വെബ്. നോക്കാം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ടൈഗർ ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റാറ്റ്? എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ ഒരു ഫുഡ് വെബിൽ നിന്ന് ടൈഗർ ഡിസപ്പിയർ ആയി പോയാൽ, ടൈഗർ നശിച്ചു പോയാൽ ഈ ഫുഡ് വെബിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ടൈഗർ ഭക്ഷണമാക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് മാൻ, കാട്ടുപോത്ത്, ഫോക്സ് തുടങ്ങിയ ജീവികളാണ്. ടൈഗർ നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ഇവയുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും. അപ്പൊ നമുക്ക് അതിന് ആൻസർ എഴുതാം. ഇറ്റ് ലീഡ്സ് ടു ദ ഓവർ പോപ്പുലേഷൻ ഓഫ് ഡിയർ, യാക്ക്, ഫോക്സ് എക്സെട്ര. ടൈഗർ നശിച്ചു പോയാൽ മാൻ, അതുപോലെ തന്നെ കാട്ടുപോത്ത്, കുറുക്കൻ തുടങ്ങിയ ജീവികളുടെ നമ്പർ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓർഗാനിസംസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? നമ്മൾ ഓൾറെഡി കണ്ടു. ഏതൊക്കെ ഓർഗാനിസംസിന്റെ നമ്പർ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഫോക്സ്, യാക്ക്, ഡീർ എക്സെട്ര. ഓക്കെ, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസ്? ഇനി ഈ ഫുഡ് വെബിൽ നോക്കിക്കേ, ഇവിടെ മാനിന്റെ എണ്ണം വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മാൻ ഒരു ഹെർബിയോറസ് ആണ്, പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ജീവിയാണ്. മാനിന്റെ എണ്ണം വർദ്ധിച്ചാൽ അവ ഒരുപാട് പ്ലാന്റ്സ് കഴിക്കും. അപ്പോൾ പ്ലാന്റ്സിന്റെ എണ്ണം ക്രമാതീതമായി കുറയും. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. ഇറ്റ് ലീഡ്സ് ടു ദ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് പ്ലാന്റ്സ്. മാനിന്റെ എണ്ണം ഒരുപാട് വർദ്ധിച്ചാൽ അവ ഒരുപാട് പ്ലാന്റ്സിനെ തിന്ന് നശിപ്പിക്കും. അപ്പോൾ പ്ലാന്റ്സിന്റെ എണ്ണം ക്രമാതീതമായി കുറയും. ഓക്കെ, നെക്സ്റ്റ് റീഡ് ചെയ്യാം. വൈ ടൈഗർ കൺസർവേഷൻ? ദ ടൈഗർ ഈസ് വൺ അമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. നമ്മൾ കണ്ടതാണ്, ഒരു ഫുഡ് വെബില്, ഒരു ഭക്ഷ്യ വലയില് ടൈഗറിന് ഏറ്റവും വലിയ പൊസിഷൻ ആണ് ഉള്ളത്. ഓർഗാനിസംസ് ഇൻ ഈച്ച് ലിങ്ക് പ്ലേ key role in maintaining healthy number of herbivores and carnivores in an ecosystem. ഒരു ആവാസ വ്യവസ്ഥയിൽ നമുക്കറിയാം ഹെർബിയോർസും കാണും, കാർണിവോർസും കാണും. ഹെർബിയോർസ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് മാത്രം കഴിക്കുന്ന ആനിമൽസ് ആണ്. അതുപോലെ തന്നെ കാർണിവോർസ് എന്ന് പറഞ്ഞാൽ മറ്റ് ജീവികളുടെ ഇറച്ചി കഴിക്കുന്ന ജീവികളാണ്. ഒരു ആവാസ വ്യവസ്ഥയിൽ ഹെർബിയോർസിന്റെയും കാർണിവോർസിന്റെയും നമ്പർ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അവയുടെ നമ്പർ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ തൊട്ടു മുമ്പ് ഫുഡ് വെബിന്റെ കാര്യം പറഞ്ഞപ്പോൾ കണ്ടതാണ്. ഇഫ് some organisms in the lower links of the food web disappear, they may be replaced by other organisms that perform the same function. ഈ ഫുഡ് വെബ് നോക്കിക്കേ, ഒരു ഫുഡ് വെബിൽ താഴെ തട്ടിലുള്ള ഏതെങ്കിലും ഒരു ജീവി നശിച്ചു പോയാൽ, ഇവിടെ നമുക്കൊരു ഉദാഹരണം എടുക്കാം. മാനുകൾ നശിച്ചു പോയാൽ
മാനിന്റെ അതേ ഫംഗ്ഷൻ ഉള്ള ഒരു ജീവിയെ നമുക്ക് അവിടെ വെക്കാം. റാബിറ്റിനെ വെക്കാം. റാബിറ്റും ഈ ഫുഡ് വെബിൽ അതേ ഫംഗ്ഷൻ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? റാബിറ്റും എന്ത് തന്നെയാണ് കഴിക്കുന്നത്? പ്ലാന്റ്സ് തന്നെയാണ് കഴിക്കുന്നത്. അതുപോലെ ടൈഗറിനും റാബിറ്റിനെ ഭക്ഷണമാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇൻ സം ഓർഗാനിസംസ് ഇൻ ദ ലോവർ ലിങ്ക്സ് ഓഫ് ദ ഫുഡ് വെബ് ഡിസപ്പിയർ, ദേ മേ ബി റീപ്ലേസ്ഡ് ബൈ അതർ ഓർഗാനിസം ദാറ്റ് പെർഫോം ദ സെയിം ഫംഗ്ഷൻ. ഒരു ഫുഡ് വെബിൽ താഴെത്തട്ടിലുള്ള ഏതെങ്കിലും ഒരു ജീവി നശിച്ചു പോയാൽ അതിന് പകരം ഒരു ജീവിയെ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാൻ കഴിയും. ഇഫ് ദർ ആർ നോ അതർ ക്രീച്ചേഴ്സ് ലൈക്ക് ടൈഗർ, ദർ ആർ നോ വൺ ടു പെർഫോം ഇറ്റ്സ് ഫംഗ്ഷൻ. ഇനി ഒരു ടൈഗർ ആണ് നശിച്ചു പോണെങ്കിലോ, ടൈഗറിന്റെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ജീവിയെ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്ത് വെക്കാൻ കഴിയില്ല. Therefore, the conservation of high-ranking organisms like tiger is priority. By conserving tiger, a larger habitat is being conserved. അതുകൊണ്ട് തന്നെ ടൈഗേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. അത് ടൈഗേഴ്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെ വേണം. ഇനി നമുക്കൊരു പിക്ചർ നോക്കാം. ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇവിടെ നമുക്ക് 2 പാർട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്ത് ടൈഗർ ഒരു ഫുഡ് വെബിൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, രണ്ടാമത്തെ പാർട്ടിൽ ടൈഗേഴ്സ് നശിച്ചു പോയാൽ എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ, ആദ്യത്തെ പാർട്ടിൽ ടൈഗർ ഉണ്ടെങ്കിൽ പന്നികളുടെ എണ്ണം അവിടെ കുറവാണ്. രണ്ടാമത്തെ പാർട്ടിൽ ടൈഗർ ഇല്ലെങ്കിൽ പന്നികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് കണ്ടോ. ഇത് തന്നെയാണ് ഒരു ഫുഡ് വെബിൽ ടൈഗർ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റീഡ് ചെയ്യാം. ദ ഇൻവാൻഡേഴ്സ്. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഈസ് എ ഫിഷ് ഫൗണ്ട് ഇൻ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ വൻകരകളിൽ മാത്രം കാണുന്ന ഒരു ഫിഷാണ്. ദേ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ വെരി ക്വിക്ലി. അവ അവിടെ പെട്ടെന്ന് പുതിയ ജീവികൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ദേ ആർ ഫൗണ്ട് ആസ് ആൻ ഇൻവാസീവ് ഫിഷ് ഇൻ സം വാട്ടർ ബോഡീസ് ഓഫ് കേരള. നമ്മുടെ കേരളത്തിലും ഈ ഫിഷ് കാണുന്നുണ്ട്. പക്ഷേ ഇവ വളരെ അക്രമസക്തമായിട്ടുള്ള ഒരു ഫിഷായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ജലാശയങ്ങളിൽ കാണുന്നത്. ഇൻവാസീവ് എന്ന് പറഞ്ഞാൽ അക്രമസക്തമായത് എന്നാണ് ഒരു മീനിങ്. ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ഫീഡ്സ് ഓൺ നേറ്റീവ് ഫിഷ് ഇൻ ദ വാട്ടർ ബോഡീസ്. ദ ഓർഗാനിസംസ് ദാറ്റ് ഫീഡ്സ് ഓൺ ദ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ അവർ വാട്ടർ ബോഡീസ്. What will happen to the habitat if an African catfish reaches into the local pond? ഇതുപോലുള്ള ഒരു അക്രമാസക്തമായിട്ടുള്ള ഒരു ഫിഷ് നമ്മുടെ ജലാശയങ്ങളിൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആഫ്രിക്കൻ കാറ്റ് ഫിഷ് നമ്മുടെ ജലാശയങ്ങളിൽ വരികയാണെങ്കിൽ അവയ്ക്ക് കഴിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഫുഡ് ആഫ്രിക്കയിൽ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ജലാശയങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജലാശയങ്ങളിൽ കാണുന്ന കുഞ്ഞു ഫിഷസിനെയും മറ്റ് ക്രീച്ചേഴ്സിനെയും ഈ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് വളരെയധികം തിന്ന് നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഹാബിറ്റാറ്റ് നശിക്കുന്നതിന്, നമ്മുടെ ആവാസ വ്യവസ്ഥ നശിക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, അപ്പം നമുക്കതിന് ഉത്തരം എഴുതാം. ഇറ്റ് ഫീഡ്സ് സ്മോൾ ഫിഷസ് ആൻഡ് അതേഴ്സ് ഇൻ അവർ വാട്ടർ ബോഡീസ്. ഇറ്റ് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് അവർ ലോക്കൽ ഹാബിറ്റാറ്റ്സ്. ആഫ്രിക്കൻ കാറ്റ് ഫിഷിനെ പോലുള്ള ഫിഷസ് നമ്മുടെ ജലാശയങ്ങളിൽ വന്നാൽ അവ നമ്മുടെ ജലാശയങ്ങളിലുള്ള സ്മോൾ ഫിഷസിനെയും മറ്റ് ക്രീച്ചേഴ്സിനെയൊക്കെ തിന്ന് നശിപ്പിക്കുകയും അത് നമ്മുടെ ഹാബിറ്റാറ്റ്സ് നശിച്ചു പോകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. Find out if your locality has any of these invasive organisms. Identify and present what problems they causes to the other plants and creatures. ഇതുപോലുള്ള നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഇൻവാസീവ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലുള്ള ഇൻവാസീവ് ആയിട്ടുള്ള മറ്റ് ക്രീച്ചേഴ്സിന്റെ പിക്ചർ നമുക്ക് കണ്ടാലോ. ഇതെല്ലാം തന്നെ ഇൻവാസീവ് ആയിട്ടുള്ള ക്രീച്ചേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡ് ചെയ്യാം. വാട്ട് ഓൾ ഇൻഫർമേഷൻസ് മസ്റ്റ് ബി കളക്റ്റഡ്. ഇതിനായി നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഫുഡ് റിലേഷൻഷിപ്സ്. ലുക്ക് അറ്റ് ദ ഫുഡ് വെബ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്കൊരു ഫുഡ് വെബ് കാണാം അല്ലേ, ഒരു ഭക്ഷ്യവല. എന്താ പറഞ്ഞിരിക്കുന്നത്? There are various food relationships in the above picture. The food relationships in a single sequence is given below. മുകളിലുള്ള ഫുഡ് വെബിൽ നമുക്ക് ഒരുപാട് ഫുഡ് റിലേഷൻഷിപ്സ് കാണാൻ പറ്റും അല്ലേ. അതിൽ ഒരു സീക്വൻസ് താഴെ തന്നിരിക്കുകയാണ്, ഒരു നിര. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് മോർ സച്ച് സീക്വൻസ്. ഇതുപോലുള്ള മറ്റ് സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. നോക്കിക്കേ, നമ്മൾ കണ്ടതുപോലുള്ള മറ്റ് സീക്വൻസസ് ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ,
ഇനി നമുക്ക് റീഡ് ചെയ്യാം. ഇനി നമുക്കൊരു ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ് ഈസ് ദ ഫുഡ് ചെയിൻ. ഒരു ഫുഡ് വെബിലുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള നിരയെ അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടുള്ള ഒരു സീക്വൻസിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഒരുപാട് ഫുഡ് ചെയിൻസ് ചേർന്നിട്ടാണ് നമ്മൾ ഒരു ഫുഡ് വെബ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതുപോലുള്ള ഫുഡ് സീക്വൻസ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. നെക്സ്റ്റ് റീഡ് ചെയ്യാം. കമ്പയർ ദ ഫുഡ് ചെയിൻസ് യു ഹാവ് റിട്ടേൺ ആൻഡ് ലിസ്റ്റ് ദം ഇൻ യുവർ സയൻസ് ഡയറി. നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 ടേബിൾ തന്നിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് ഫസ്റ്റ് ലിങ്കിലുള്ള ആൾക്കാരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫുഡ് ചെയിൻസ് നോക്കിക്കേ, ഇവിടെ എപ്പോഴും ഫസ്റ്റ് ലിങ്കിൽ ആരാണ് വരുന്നത്? നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പ്ലാന്റ്സ് ആണ് വരുന്നത് അല്ലേ. ലാസ്റ്റ് ലിങ്കിൽ എപ്പോഴും ആരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? കഴുകനെയാണ് കാണാൻ കഴിയുന്നത്, വൾച്ചർ അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വെച്ച് നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാം. എപ്പോഴും ഫസ്റ്റ് ലിങ്കിൽ ഗ്രാസും അതുപോലെ തന്നെ ലാസ്റ്റ് ലിങ്കിൽ വൾച്ചറുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ടേബിളിൽ കാണാം, ഫസ്റ്റ് ലിങ്കിൽ എപ്പോഴും പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത്, ലാസ്റ്റ് ലിങ്കിൽ എപ്പോഴും വൾച്ചർ ആയിരിക്കും വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിക്കാം. ഫ്രം വിച്ച് ഓർഗാനിസംസ് ഡു ഓൾ ദ ഫുഡ് ചെയിൻസ് ബിഗിൻ? നമ്മൾ നേരത്തെ കുറച്ച് ഫുഡ് ചെയിൻസ് കണ്ടു. എല്ലാ ഫുഡ് ചെയിൻസും ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? അതെപ്പോഴും പ്ലാന്റ്സിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്ലാന്റ്സിൽ നിന്ന് എല്ലാ ഫുഡ് ചെയിൻസും ആരംഭിക്കുന്നത്? അവയ്ക്ക് മാത്രമേ സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. എന്തുകൊണ്ടാണ് അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ താഴോട്ട് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഡോണ്ട് ദേ ആൾസോ നീഡ് ഫുഡ് ഫോർ ദെയർ എക്സിസ്റ്റൻസ്? ഇനി പ്ലാന്റ്സിന് വളരണമെങ്കിൽ ഫുഡ് ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. വെയർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ്? അവയ്ക്ക് എവിടെ നിന്നാണ് അവയുടെ ഫുഡ് ലഭിക്കുന്നത്? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പ്ലാന്റ്സിന് സ്വയം ആഹാരം നിർമ്മിക്കാൻ കഴിയും. അവ ഫോട്ടോസിന്തസിസ് എന്ന ഒരു പ്രക്രിയയിലൂടെയാണ് സ്വയം ആഹാരം നിർമ്മിക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്നാൽ പ്രകാശ സംശ്ലേഷണം. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പറയാം. ഇപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് റീഡ് ചെയ്യാം. ഫുഡ് പ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. വിച്ച് ആർ ദ മെയിൻ കമ്പോണൻസ് ദാറ്റ് പ്ലാന്റ്സ് നീഡ് ടു മേക്ക് ദെയർ ഫുഡ്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്ലാന്റ്സിന് ജീവിക്കണമെങ്കിൽ, പ്ലാന്റ്സിന് വളരണമെങ്കിലും ഫുഡ് ആവശ്യമാണ്. അവ സ്വയം ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കേ, വേര് വാട്ടർ വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലകൾ കാർബൺ ഡൈ ഓക്സൈഡ്, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവയ്ക്ക് സൺലൈറ്റ് ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിന്റെ എല്ലാ ഫലമായിട്ട് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യമാണെന്ന് നമുക്ക് താഴോട്ട് എഴുതാം. ഒരെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. ബാക്കിയുള്ളവ നമുക്ക് എഴുതാം. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, അതുപോലെ സൺലൈറ്റ്, ക്ലോറോഫിൽ എന്നിവയൊക്കെ ആവശ്യമാണ്. ക്ലോറോഫിൽ എന്താണെന്ന് പറയാം. പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം ദ സൺലൈറ്റ്. സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്താലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ദിസ് ആക്ടിവിറ്റി ഈസ് കാൾഡ് ഫോട്ടോസിന്തസിസ്. അതുകൊണ്ട് ഈ ആക്ടിവിറ്റിയെ, ഈ പ്രവർത്തനത്തിനെ ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. ഫോട്ടോ മീൻസ് ലൈറ്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ പ്രക്രിയയ്ക്ക് ഫോട്ടോസിന്തസൈസ് എന്ന പേര് നൽകിയിരിക്കുന്നത്. ക്ലോറോഫിൽ ഈസ് എ പിഗ്മെന്റ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു പ്രൊഡ്യൂസ് ഫുഡ്. അനിമൽസ് ഏതെങ്കിലും പച്ച നിറത്തിൽ കാണുന്നുണ്ടോ? ഇല്ല, പ്ലാന്റ്സിനെ മാത്രമേ നമുക്ക് പച്ച നിറത്തിൽ കാണാൻ കഴിയുകയുള്ളൂ അല്ലേ. എന്തുകൊണ്ടാണ്? അവയിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വർണ്ണവസ്തു, അതിനെ ക്ലോറോഫിൽ എന്നാണ് പറയുന്നത്, അതടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് പ്ലാന്റ്സ് പച്ച നിറത്തിൽ കാണുന്നത്. എന്തിനാണ് അവയ്ക്ക് ക്ലോറോഫില്ലിന്റെ ആവശ്യകത? അവയ്ക്ക് സ്വയം ആഹാരം നിർമ്മിക്കണമെങ്കിൽ ക്ലോറോഫിൽ ആവശ്യമാണ്. ഓക്കെ, ഓക്സിജൻ ഈസ് ആൾസോ പ്രൊഡ്യൂസ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ആക്ടിവിറ്റി. ഈ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട് ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസിന്തസിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഈ പിക്ചർ നോക്കിക്കേ, ഇവിടെ നമുക്ക് കാണാം സസ്യങ്ങൾ റൂട്ടിലൂടെ ജലം വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ ലീവ്സിലൂടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ അവ ഫോട്ടോസിന്തസൈസ് എന്ന പ്രക്രിയ നടത്തുന്നു. ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ട്
ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ടിൽ ഈ പാഠഭാഗത്തിന്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.